അവർ മുഖ്യമന്ത്രിയോട് മാപ്പ് പറയണം എന്നാണ് ആവശ്യപ്പെട്ടത്. കടലോരത്ത് പോകാൻ പാടില്ല, പോയാൽ തിരിച്ചു വരുമെന്നുള്ളതിന് ഉറപ്പുണ്ടാവില്ല എന്ന ധ്വനിയോടുകൂടി പറഞ്ഞ ആ പ്രയോഗം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അത് കടലോരങ്ങളിലുള്ള ആളുകളെ അപമാനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് മാപ്പ് പറയണമെന്ന് ജിജി എന്ന് പറയുന്ന മകള് ശക്തിയായിട്ട് ഇന്നലെ തന്നെ ആവശ്യപ്പെടുകയുണ്ട്. ഷിജിന്റെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. ഷിജിന്റെ അമ്മ, ഷിജിന്റെ ഭാര്യ രണ്ടുപേരും വാവിട്ട് കരയുന്ന കരച്ചിലിന്റെ ശബ്ദമാണ് ഇപ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. 8ാമത്തെ ദിവസമാണ് ഇന്ന്. രക്ഷാപ്രവർത്തനം യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് ആരംഭിക്കാനായില്ല. മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം തന്നെ ആരംഭിച്ചത്. ഇത്രയും ദിവസമായിട്ട് എൻ്റെ ഷിജിനേട്ടനെ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാര്യ എനിക്കെൻ്റെ ഷിജിനേട്ടനെ കിട്ടണം എന്നാണ് ഞങ്ങളോട് കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാം കൂടി എൻ്റെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ആ സ്ത്രീ വാവിട്ട് കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത്. ഫലപ്രദമായ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും ദിവസം 8 ദിവസമായിട്ടും ഒരു തരത്തിലും തെരച്ചിൽ വിജയിക്കുന്നില്ല. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ വീട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ 2 കുട്ടികളാണ്. 4 വയസ്സും 1.5 വയസ്സും പ്രായമുള്ള 2 കുട്ടികൾ. മൂത്ത കുട്ടിയാണെങ്കിൽ ജന്മനാ തന്നെ ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചികിത്സ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും അതുപോലെ തന്നെ ഷിജിന്റെ ഭാര്യയും ഈ 2 ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ആ കുടുംബം വളരെ വളരെ പ്രയാസത്തിലാവുന്ന നിലയാണ് ഉള്ളത്. മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ളപ്പോൾ ഓഖി ദുരന്തം വന്ന സന്ദർഭത്തിൽ അവരെ പുനരധിവസിപ്പിക്കാനും അവരുടെ കുടുംബത്തിലൊരാൾക്ക് ജോലി നൽകാനും 20 ലക്ഷം വീതം അന്ന് അവർക്ക് സഹായം നൽകാനും സാധിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ളൊരു പാക്കേജ് ഇതുപോലുള്ള കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് അടിയന്തരമായി ഏറ്റെടുത്ത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. വളരെ വിഷമകരമായ പ്രയാസകരമായ ഒരു അന്തരീക്ഷമാണ് ഇത്തരം വീടുകളിൽ പോകുമ്പോഴുള്ളത്. ഇന്നലെ ജോണിന്റെ വീട്ടിൽ പോയപ്പോഴും ഇതേപോലെ തന്നെയാണ് അവസ്ഥ. അവിടെ കുട്ടികൾ മുതിർന്നവരാണ്. 3 കുട്ടികളും നല്ല വിദ്യാഭ്യാസമുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അവരും പറഞ്ഞു അവർ മുഖ്യമന്ത്രിയോട് മാപ്പ് പറയണം എന്നാണ് ആവശ്യപ്പെട്ടത്. കടലോരത്ത് പോകാൻ പാടില്ല, പോയാൽ തിരിച്ചു വരുമെന്നുള്ളതിന് ഉറപ്പുണ്ടാവില്ല എന്ന ധ്വനിയോടുകൂടി പറഞ്ഞ ആ പ്രയോഗം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അത് കടലോരങ്ങളിലുള്ള ആളുകളെ അപമാനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് മാപ്പ് പറയണമെന്ന് ജിജി എന്ന് പറയുന്ന മകള് ശക്തിയായിട്ട് ഇന്നലെ തന്നെ ആവശ്യപ്പെടുകയുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ വേദന അവർ കടിച്ച് ഇറക്കിക്കൊണ്ട് തന്നെയാണ് ഈ പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും അതുതന്നെയാണ് കണ്ടത്. ഷിജിനേട്ടനെ തിരിച്ചു കൊണ്ടുവരണം. ഷിജിൻ എന്ന ആ ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു എന്നുള്ള പ്രതീക്ഷയാണ് അവരും വെച്ചു പുലർത്തുന്നത്. ഇനി ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് എന്നാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസമായിട്ടും കണ്ടെത്താനാവാത്ത ഒരവസ്ഥ അവരെല്ലാം വലിയ വലിയ രീതിയിൽ, കുടുംബത്തെ മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ വന്നതിൻ്റെ ഒപ്പം തന്നെ കരയാണ്. അവരെല്ലാം ആ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓഖി ദുരന്തകാലത്ത് ഉള്ളതുപോലെയുള്ളൊരു സഹായം ഇവർക്ക് നൽകാൻ സാധിക്കണം. 3 പേരെയാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കിട്ടാൻ ബാക്കിയുള്ളത്. ഒരാൾ ഇവിടെയാണ്, മറ്റൊരാൾ നീണ്ടകരയാണ്, മറ്റൊരാൾ ഇന്നലെ വിഴിഞ്ഞത്താണ്. ഈ 3 കുടുംബത്തിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. ഈ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ജിജിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നേരിടുന്നത്. അല്ല, സൈബർ ആക്രമണമൊക്കെ രാഷ്ട്രീയമാണ്. ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ദുരന്തപൂർണമായ ജീവിതത്തിലേക്ക് തള്ളിവിടുന്ന ആ കുടുംബ പശ്ചാത്തലത്തിൽ വേവലാതിപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് അവർ. അതിന്റെ ആ ഒരു വേദനയും
ദുഃഖവും കണ്ടാൽ പിന്നെ സൈബർ ആക്രമണം നടത്താൻ നടക്കില്ലല്ലോ. അതൊന്നും അവർക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. സൈബർ ആക്രമണം നടത്തുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സമയത്തല്ല ഇത്തരം കടന്നാക്രമണങ്ങൾ നടത്തേണ്ടത്.